മരിച്ചു കിടക്കുമ്പോ നിന്റെ വീടിന്റെ പരിസരത്തുള്ള 4 വീട്ടുകാര് നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ നീ സ്വർഗത്തിലാണ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ അയൽവാസി പറയോ എന്തു പറയും? അൽഹംദുലില്ലാ, ഒരു ശർറ് ഒഴിഞ്ഞു കിട്ടിയല്ലോ അല്ലാഹ്. അതാ നമ്മുടെ ജീവിതം. അതാണ് നമ്മൾ അയൽവാസികളുമായിട്ടുള്ള ബന്ധം. ഈ പെണ്ണുങ്ങളൊക്കെ പഠിക്കണം. ഇല വീണതിന്റെ പേരിൽ ബദർയുദ്ധം നടത്തുന്ന പെണ്ണുങ്ങൾ, നീ മരിക്കുന്ന സമയത്ത് നിന്റെ വീടിന്റെ 4 ഭാഗത്തുള്ള 4 വീട്ടുകാര് പറഞ്ഞാൽ മതി നിനക്ക് സ്വർഗമാ. പറയൂല. കാരണം ഇന്ത്യയും പാകിസ്ഥാനും പോലെയാ അവിടെ നടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത്, നീ ദുആ ചെയ്യുമ്പോൾ നിന്റെ കൂട്ടുകാരന് വേണ്ടി, നിന്റെ അയൽവാസിക്ക് വേണ്ടി, നിന്റെ സഹോദരന് വേണ്ടി നീ ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ നിനക്ക് കിട്ടും. അല്ലാഹു തരുമാറാകട്ടെ. അയൽവാസിക്ക് ഇസ്ലാമിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നുള്ളത് എല്ലാവരും കേട്ടല്ലോ അല്ലേ? എന്നാൽ പല സ്ഥലങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ കടിച്ചു കീറാൻ കാത്തിരിക്കുന്ന അയൽവാസികൾ നിങ്ങളെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുക്കുക ഈ വീഡിയോ. അവർ മനസ്സിലാക്കട്ടെ, ഈ പുണ്യ റമളാനിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്താനുള്ള സമയമാണ്. നമുക്ക് ഇസ്ലാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് അയൽവാസികൾക്ക് നൽകുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോഴും ഇങ്ങനെ നിങ്ങൾ ദേഷ്യത്തിൽ നിൽക്കുന്ന അയൽവാസികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്തേണ്ട സമയമാണ് ഈ റമളാൻ മാസം. നിങ്ങൾക്ക് അവരോട് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ആണെങ്കിൽ നിങ്ങളതൊക്കെ ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളെ ജീവിതത്തിൽ മക്കൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സുഖത്തിനോ സന്തോഷത്തിനോ വേണ്ടി വെട്ടിപ്പിടിക്കുന്നതോ വിട്ടുകൊടുക്കാതിരിക്കുന്നതോ ഒന്നുമല്ല യഥാർത്ഥ സമ്പാദ്യം എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളെ മരണശേഷം നമ്മളെ കൊണ്ട് ഒരാളെങ്കിൽ ഒരാൾ നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പരം സന്തോഷവും സമ്പാദ്യവും വേറൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം, നമ്മളിൽ പറ്റുന്ന സഹായം മറ്റവനിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുണ്യം വേറെ തന്നെയാണ്. നമുക്കൊക്കെ നല്ല ബുദ്ധി തോന്നിക്കാൻ വേണ്ടി